വെൽക്കം. തഹമോനാണ്. പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഈ സീരീസിൽ നമ്മുടെ 6ാമത്തെ വീഡിയോ ആണിത്. ഗുളിക രൂപത്തിൽ വായിലൂടെ ഉപയോഗിക്കാവുന്ന മരുന്നുകളിൽപ്പെട്ട 3 മരുന്നുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ഈ ഗ്രൂപ്പിൽ 3 മരുന്നാണുള്ളത്. 3 മരുന്നിൽ ആദ്യം എത്തിയത് കാർബോസ് എന്ന് പറയുന്ന മരുന്നാണ്. പിന്നീട് മിഗ്ലിറ്റോൾ എത്തി. ദെൻ വൊഗ്ലിബോസ് ഇപ്പോഴും അമേരിക്കയിൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്, അവിടെ ലഭ്യമല്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ 3 മരുന്നുകൾ ഇന്ത്യയിൽ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഈ 3 ഈ ഗ്രൂപ്പിലെ മരുന്നുകൾ. ഗുളികയായിട്ട് മാത്രമല്ല, വായിൽ വെച്ചിട്ട് അലിയിച്ച് കഴിക്കുന്ന രീതിയിലും മറ്റു പല രീതിയിലൊക്കെ ഈ ഗുളികകൾ ലഭ്യമാണ്. നമുക്ക് ആദ്യം ഈ മരുന്നുകളുടെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കാം. മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഇവ ആൽഫ ഗ്ലൂക്കോസിഡേസിനെ തടയാന്ന് പറഞ്ഞു. ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്നൊക്കെ എൻസൈംസ് ആണ്. സോ ഇതൊരു എൻസൈമാണ്. ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ആണ്, തടയുകയാണ്. സോ എന്താണ് ഈ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന് ശരീരത്തിൽ പണി? എന്താണ് ഇവയുടെ ജോലി? അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് വെക്കാം. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് അന്നജങ്ങൾ എന്നാണ് നമ്മൾ അവയെ പറയാം. കാർബോസ് ഞാൻ ജസ്റ്റ് എഴുതാം. സോ കുടലിൽ വെച്ചിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിച്ച കാർബോഹൈഡ്രേറ്റ്, ചോറ്, ചപ്പാത്തി ഒക്കത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ. സോ ഇതിനെ നമുക്ക് ദഹിപ്പിക്കണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ പോളിസാക്കറൈഡ്സ് ആയിട്ടായിരിക്കും വരിക. പോളിസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ വലിയ മോളിക്യൂൾസ് ആണ് ഇവ. പക്ഷെ ഇങ്ങനെ നമുക്ക് ആഗിരണം ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഉദാഹരണം പോളിസാക്കറൈഡ്സിന് ഒരു ഉദാഹരണം സ്റ്റാർച്ച്, പോളിസാക്കറൈഡ്. നമുക്കപ്പോൾ ഇവനെ ചെറുതാക്കണം, വെട്ടി ചെറുതാക്കണം, മുറിക്കണം. സോ മോണോസാക്കറൈഡ്സ് ആക്കി മാറ്റിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ബ്ലഡിലേക്ക് പോകുന്നത്. സോ അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കണം. ഇതിന് നമുക്ക് ചെറുകുടലിലെ എൻഡറോസൈറ്റ്സിലുള്ള, അപ്പൊ നമുക്ക് എൻഡ്രോസൈറ്റ്സ് എന്ന് വരയ്ക്കാം. ഇതാണ് ചെറുകുടലിലെ എൻഡ്രോസൈറ്റ്സ്. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് വരയ്ക്കുക, എൻഡറോസൈറ്റ്സ്. ഇതാണ് ചെറുകുടലിലെ എൻഡ്രോസൈറ്റ്സ് എന്ന് വരയ്ക്കുക. ഇത് ന്യൂക്ലിയസ്. ഇതിന്റെ ബ്രഷ് ബോർഡർ ഇതാണ്, ഇങ്ങനെയാണ് അത് വരയ്ക്കുക. ബ്രഷ് ബോർഡറിൽ ഉള്ള എൻസൈമാണ് ഈ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയാം. ഇവിടെ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ഇതാണ് ആൽഫ ഗ്ലൂക്കോസിഡ്. നമ്മുടെ മരുന്നുകൾ ഇവയെ തടയുകയാണ്. അപ്പൊ ഇവ എന്താ പണി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവയുടെ പണി പോളിസാക്കറൈഡ്സ് ആയിട്ട് വരുന്നതിനെ, പോളി ആണെങ്കിൽ അതിനെ ഡൈസാക്കറൈഡ് ആക്കി മാറ്റുക. ഡൈ എന്ന് വെച്ചാൽ 2. ഇനി ഡൈസാക്കറൈഡ് ആയിട്ടാണ് വരുന്നതെങ്കിലോ അതിനെ നമുക്ക് മോണോസാക്കറൈഡ്സ് ആക്കി മാറ്റും. മോണോസാക്കറൈഡ്സ് ഉദാഹരണം എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ഇതൊക്കെയാണ് മോണോസാക്കറൈഡ്. ഡൈസാക്കറൈഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ ഷുഗർ ആണ്. ടേബിൾ ഷുഗർ, പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ്സ് ആണ്. ഷുഗർ, സുക്രോസ് ആണ് സാധനം, സുക്രോസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വലിയ മോളിക്യൂളിനെ ചെറിയ മോളിക്യൂളാക്കി മാറ്റിയാൽ മാത്രമേ ഇതിനകത്തുകൂടി കടത്തി പിന്നെ ഇവിടെ നിന്ന് ബ്ലഡ് വെസലിലേക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കൂ. ഇത് ചെയ്യാൻ നമുക്ക് ആരുടെ സഹായം വേണം? നമുക്ക് ഈ ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് നമ്മുടെ മരുന്ന് ഇവിടെ വന്നിട്ട് ഇവയെ തടയുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ പുറത്ത് കയറിയിരിക്കുകയോ തടയുകയോ അവയെ ബ്ലോക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അവസാനം ഈ മോണോസാക്കറൈഡ്സ് ഉണ്ടാവില്ല, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നില്ല, ഫ്രക്ടോസ് ഉണ്ടാവുന്നില്ല. സോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് തുടങ്ങിയവ ഉണ്ടാകുന്നതിന്റെ അളവ് കുറക്കും. ഡൈസാക്കറൈഡ്സ് ഇങ്ങനെയാണ് നിൽക്കും. പോളിസാക്കറൈഡ്സ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഭക്ഷണശേഷം രക്തത്തിലെ പഞ്ചസാര നില ഉയരുന്നത് കുറയും. സോ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റിയാലാണ് ഇത് ബ്ലഡിലേക്ക് കയറത്തുള്ളൂ. ഫ്രക്ടോസ് ആയിട്ട് മാറ്റിയാലും ബ്ലഡിനകത്ത് കയറും, അല്ലെങ്കിൽ ഇതിന്റെ എമൗണ്ട് കുറയും. സോ ഇവ പ്രവർത്തിക്കുന്നത് ചെറുകുടലിലാണ്. ചെറുകുടലിലെ എന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ എൻഡറോസൈറ്റ്സിന്റെ ബ്രഷ് ബോർഡറിലുള്ള ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഇവ തടയുന്നത്. സോ ഇവയ്ക്ക് നേരിട്ട് ഇൻസുലിനായിട്ടോ മറ്റ് ബ്ലഡ് ഷുഗർ മെക്കാനിസമായിട്ടൊന്നും കാര്യമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവ ഉണ്ടായ ഗ്ലൂക്കോസിന്റെയോ ഫ്രക്ടോസിന്റെയോ ആഗിരണം തടയുന്നില്ല. ഇപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്രക്ടോസ് വന്നു എന്ന് വിചാരിക്കുക, ഇതിന് കയറി പോകാൻ പറ്റും. ഇത് തടയുന്നില്ല. ഡൈസാക്കറൈഡ്സിൽ നിന്ന് മോണോസാക്കറൈഡ്സ് ഉണ്ടാവുന്നതും പോളിസാക്കറൈഡ്സിൽ നിന്ന് ഡൈസാക്കറൈഡ്സ് ഉണ്ടാവുന്നതും അത് മാത്രമാണ് തടയുക. ഈ സ്റ്റെപ്പ് മാത്രമാണ് തടയുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫ്രക്ടോസ് ഉണ്ട്, അതിന് സ്മൂത്ത് ആയിട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ച്. സോ പഞ്ചസാര ഡൈസാക്കറൈഡ് ആണ്. പഞ്ചസാര ഡൈസാക്കറൈഡിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ആണ് കിട്ടിയത്, 2 ഗ്ലൂക്കോസ് കിട്ടും. സോ അതാണ് കടന്നു പോകുന്നത് നമ്മൾ തടയുന്നത്. ഇനി ഇവയ്ക്ക് മറ്റൊരു മെക്കാനിസം. സോ ഇതാണ് ഒരു മെക്കാനിസം, പ്രധാനപ്പെട്ട മെക്കാനിസം ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു മെക്കാനിസം പറയുന്നത്, ഈ മരുന്നുകൾ മൂലം GLP-1 ഇതിന്റെ ബ്ലഡിൽ ഉള്ള റിലീസ് ഇൻ ടു ദ സർക്കുലേഷൻ ഈസ് ഇൻക്രീസ്. സോ GLP-യുടെ എമൗണ്ട് കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരു ആക്ഷൻ കൂടിയുണ്ട്. മൈനർ ആക്ഷൻ ആണ്, എങ്കിലും ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. എന്താണ് GLP-1 എന്നുള്ളത് എൻ്റെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ GLP-1നെ കുറിച്ചിട്ടും അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകളെ കുറിച്ചിട്ടും ഐ തിങ്ക് 4ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാം. സോ ഇത്രയാണ് ഇവിടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ആണ്. ദെൻ അഡീഷണലി ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ GLP-1 റിലീസ് ഇൻ ടു ദ സർക്കുലേഷൻ.
അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പ്രമേഹത്തിലാണെന്ന് അറിയാം. അപ്പോൾ എന്തിലൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ടൈപ്പ് 1 പ്രമേഹത്തിൽ ഉപയോഗിക്കാം ആൻഡ് ഓൾസോ ഇൻ ടൈപ്പ് 2. 2 തരം പ്രമേഹത്തിലും ഉപയോഗിക്കാം. ടൈപ്പ് 2 ആണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് അറിയാം. ഇത് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രമേഹമാണ്, ഒട്ടും ഇൻസുലിൻ ഇല്ലാത്തത് മൂലമാണ്. ഇതിലും നമുക്ക് ഉപയോഗിക്കാം. അക്കാർബോസ് 2ലും അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് ഈ മരുന്നുകളും അതിന് ഉപയോഗിക്കാം. ഈ 2ലും ഇതെല്ലാം പ്രധാനപ്പെട്ട മരുന്ന്. ദീസ് ആർ ആഡ് ഓൺ ഡ്രഗ്സ്. മറ്റു മരുന്നുകളപ്പോൾ ചേർക്കുക, ആഡ് ഓൺ ഡ്രഗ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ടൈപ്പ് 1ൽ ഇൻസുലിനൊപ്പവും നമുക്കിത് കൊടുക്കാം. ഓക്കെ, ടൈപ്പ് 1ൽ ഇൻസുലിൻ കൊടുക്കണം. ടൈപ്പ് 1ൽ ഇൻസുലിൻ ആണ് മസ്റ്റ് ആണ്. ഓക്കെ, അതിനൊപ്പമാണ് നമ്മൾ ഈ മരുന്ന് ആഡ് ചെയ്യുക. ഇനി ടൈപ്പ് 2ൽ നമുക്ക് മറ്റു മരുന്നുകൾക്കൊപ്പമാണ് കൊടുക്കുക. മെറ്റ്ഫോർമിൻ പോലെയുള്ള മരുന്നുകൾക്കൊപ്പമാണ് ഈ മരുന്ന് കൊടുക്കുക. ഇനി ഡയബറ്റിസ് ആയിട്ടില്ല, പ്രീ ഡയബറ്റിസ് കണ്ടീഷനിൽ ഇത് തുടർച്ചയായിട്ട് ദീർഘനാൾ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഡയബറ്റിസ് മെലിറ്റസ്, യഥാർത്ഥത്തിലുള്ള ഡയബറ്റീസ് ആവുന്ന അതിൻ്റെ സാധ്യത കുറയ്ക്കും എന്നും ഒരു പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ചൈനയിൽ പ്രീ ഡയബറ്റീസിന് ഇത് അപ്രൂവ്ഡ് ആണ്. ചൈനയിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ് പ്രീ ഡയബറ്റീസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡയബറ്റീസിൽ എത്രയൊക്കെ കുറയ്ക്കും അതിൻ്റെ മാർക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം HbA1c എത്ര കുറയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.5 to 0.8 അത്രയും വരെ കുറയ്ക്കാൻ പറ്റും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്ര കുറയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മോളാർ അത്രയും കുറയ്ക്കാം, 1 മില്ലിമോളാർ കുറയ്ക്കും. ദെൻ പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് ലെവൽ എത്ര കുറയ്ക്കാന്ന് വെച്ചാൽ ഒരു 2 to 2.5 വരെ കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് വെച്ചാൽ ഭക്ഷണശേഷം, ഭക്ഷണത്തിന് ശേഷം ഉയരുന്ന ഗ്ലൂക്കോസ് നിലയാണ് കൂടുതൽ കുറയ്ക്കുക. ബിക്കോസ് ഭക്ഷണത്തിന് ശേഷമാണ് പോളിസാക്രൈഡ്സ് ഒക്കെ ഡൈസാക്രൈഡും മോണോസാക്രൈഡും ആയിട്ട് മാറുന്നു. സോ അത് തടയുമ്പോൾ ഭക്ഷണശേഷം ഉയരുന്ന ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് കുറയ്ക്കാം. സോ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർ ഗ്ലൈസീമിയ PPH അതിന് നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മരുന്നാണ് അക്കാർബോ. ഇനി ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ഇറ്റ് ഈസ് വെയിറ്റ് ന്യൂട്രൽ ആണ്. ശരീരഭാരം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല, വർദ്ധിപ്പിക്കുന്നില്ല, സാധാരണ രീതിയിൽ ഈ മരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മരുന്നുകൾ മൂലം ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല. അതാണ് പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഉയർന്നിരുന്ന ഗ്ലൂക്കോസ് ലെവലെ കുറയ്ക്കുന്നുള്ളൂ, ഗ്ലൂക്കോസ് ലെവൽ അമിതമായിട്ട് താഴ്ത്തി അയാൾക്ക് രോഗിക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നില്ല. സോ ഇതാണ് ഇവിടെ 2 പ്രധാനപ്പെട്ട ഗുണം. വെയിറ്റ് ന്യൂട്രൽ ആണ്, നോ ഹൈപ്പോഗ്ലൈസീമിയ. പിന്നെ നമുക്ക് ഓരോ മരുന്നുകളെ കുറിച്ച് നോക്കാം. അക്കാർബോസ് എന്ന് പറയുന്ന മരുന്ന് സാധാരണ 50 മില്ലിഗ്രാം അല്ലെങ്കിൽ 100 മില്ലിഗ്രാം, 25 മില്ലിഗ്രാമിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് 3 നേരമാണ് സാധാരണ നമ്മൾ കഴിക്കുക. മിഗ്ലിറ്റോളും ഏകദേശം സമാനമാണ്. മിഗ്ലിറ്റോൾ എന്ന് പറയുന്ന മരുന്നും ഏകദേശം സമാനമാണ്. സോ ഈ അക്കാർബോസും മിഗ്ലിറ്റോളും ഇതെല്ലാം കോംപ്ലക്സ് ഒലിഗോസാക്രൈഡ്സ് ആണ്. മറ്റേതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ തന്നെയാണ്, ഒലിഗോസാക്രൈഡ്സ് തന്നെയാണ്. അക്കാർബോസിനെ അപേക്ഷിച്ച് മിഗ്ലിറ്റോളിന്റെ സൈസ് ഇത്തിരി ചെറുതാണ്. അക്കാർബോസ് ഇപ്പം ഇങ്ങനെ വലുതാണെങ്കിൽ മിഗ്ലിറ്റോൾ ഇത്ര ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ, അത്ര വ്യത്യാസമുള്ളൂ. മോളിക്കുലാർ സൈസ് കുറച്ച് ചെറുതാണ്. ഇനി ഇവയിൽ ഏറ്റവും പൊട്ടന്റ് ആരാന്ന് വെച്ചാൽ അത് വൊഗ്ലിബോസ് ആണ്. അല്ല, ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൊഗ്ലിബോസ് ആണ് ഏറ്റവും പൊട്ടന്റ്. അതൊരു 200 to 300 മൈക്രോഗ്രാംസ്, മില്ലിഗ്രാം അല്ല കേട്ടോ, മൈക്രോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ 0.3 മില്ലിഗ്രാം അല്ലെങ്കിൽ 0.15 മില്ലിഗ്രാം ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇതാണ് അതിൻ്റെ ഡോസ്. സോ മോസ്റ്റ് പൊട്ടന്റ് ഈസ് വൊഗ്ലിബോസ് ആണ്. ഇനി ഈ മരുന്നുകൾ എപ്പോൾ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഭക്ഷണത്തിന് തൊട്ട് മുൻപാണ് സാധാരണ ഇത് കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി അതിന് കൂടെ കഴിച്ചു എന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്കിലും ഇങ്ങനെ തൊട്ട് മുമ്പ് കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം. കാരണം എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക? കാരണം ഭക്ഷണം വയറ്റിലെത്തുമ്പോഴത്തേക്കും അവിടെയുള്ള ആൽഫ ഗ്ലൂക്കോസിലേഷൻ നമ്മൾ തടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭക്ഷണം ദഹിച്ചിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറി അങ്ങനെയുള്ള അബ്സോർപ്ഷൻ കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കഴിക്കാൻ പറയാം. ഇനി അക്കാർബോസ് ശരീരത്തിൽ ഒട്ടും വലിച്ചെടുക്കുന്നില്ല. ഈ അക്കാർബോസ് എന്നുള്ള മരുന്ന് ഒട്ടും തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. മിഗ്ലിറ്റോൾ കുറച്ച് ആഗിരണം ചെയ്യും, പക്ഷേ എങ്കിലും അതിന് സാച്ചുറബിൾ ആണ്. എന്ന് വെച്ചാൽ കുറെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അബ്സോർപ്ഷൻ സാച്ചുറബിൾ ആണ്. ഒരു പരിധി കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഇല്ല. എങ്കിലും മിഗ്ലിറ്റോൾ ഇപ്പോൾ ഉദാഹരണം കിഡ്നി രോഗികളിലൊക്കെ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കിഡ്നി രോഗികളിലൊന്നുമല്ല, വളരെ ഉയർന്ന പ്രശ്നങ്ങളുള്ള, ഉദാഹരണത്തിന് ക്രിയാറ്റിൻ ക്ലിയറൻസ് 30-ൽ താഴേക്കുള്ള രോഗികളൊക്കെ ആണെങ്കിൽ ഈ മരുന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ തന്നെ കിഡ്നി രോഗമുള്ളവർക്ക് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു മെഷർ.
അപ്പോൾ ഇനി നമുക്ക് പറയേണ്ട ഇവയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്. ഇവ പ്രവർത്തിക്കുന്നത് ചെറുകുടലിലാണ് എന്ന് നമ്മൾ കണ്ടു. ചെറുകുടലിൽ വെച്ച് പോളിസാക്രൈഡ്സ് മോണോസാക്രൈഡ്സ് ആവുന്നില്ല. സോ അപ്പോൾ എന്ത് പറ്റും? ഇത് ചെറുകുടലാണെങ്കിൽ അതിനുശേഷം പിന്നെ വൻകുടലാണല്ലോ. ഞാൻ കൃത്യമായിട്ടൊന്നല്ല ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ ഹയറ്റസ് ഒക്കെ വരയ്ക്കും. ഇനി ഇവിടെ വെച്ചിട്ട് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് ഇതെല്ലാം വൻകുടലിലേക്ക് വരും. വൻകുടലിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് എത്തും. സോ ഇവിടെ വെച്ച് എന്ത് പറ്റും? കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം. ഇപ്പൊ ചോറൊക്കെ രാത്രി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു മണം വരും. എന്തുകൊണ്ട്? അത് ഫെർമെന്റ് ചെയ്യാണ്. സോ അതേപോലെ വൻകുടൽ കിടന്ന് ഫെർമെന്റ് ചെയ്യും. ഫെർമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാസ് ഉണ്ടാകും. ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഫ്ലാറ്റുലൻസ് ഉണ്ടാകും. വയറ്റിൽ ഗ്യാസ് ഭയങ്കരമായിട്ട് കയറും. ഫോർമേഷൻ ഓഫ് ഗ്യാസസ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ് വീർക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് എന്നാണ് അതിന് പറയാം. ബ്ലോട്ടിംഗ് ഉണ്ടാകും. ആൻഡ് വയറ്റിൽ ഇത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഇവിടെ എന്ന് പറയുമ്പോൾ വയറിളക്കം ഉണ്ടാക്കാം, ഡയറിയ ഉണ്ടാക്കാം. ആൻഡ് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് മാൽ അബ്സോർഷൻ ഉണ്ടാക്കാം. സത്യത്തിൽ ഇത് ഭയങ്കര പ്രശ്നമൊന്നായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ പേഷ്യൻസിന് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ മരുന്നത്ത പേഷ്യന്റ് ഫ്രണ്ട്ലി അല്ലാത്തതിന് കാരണം ഇതാണ്. സീരിയസ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് ഭയങ്കരമായിട്ട് പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ പേഷ്യന്റ് അക്സെപ്റ്റബിലിറ്റി ഈ മരുന്നുകൾക്ക് കുറച്ച് പൂർ പേഷ്യന്റ് അക്സെപ്റ്റബിലിറ്റി ഉള്ള മരുന്നാണ്. എന്ന് വെച്ചാൽ രോഗിക്ക് മരുന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അയാൾ വയറ് ഗ്യാസിലൊക്കെ കയറി ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിർത്താനുള്ള ചാൻസ് കൂടുതലാണ് ഈ മരുന്നുകൾക്ക്. ഇനി GI ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരിലോ, ഇൻഫെക്ഷൻസ് ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വരിക. ഇവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസം ഉള്ള സ്ഥലമാണ്. സോ അത് തഴച്ച് വളരും. സോ GI ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരിലും ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. സോ കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ GI ഇൻഫെക്ഷൻസ്. GI ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നിർത്തുന്നതായിരിക്കും നല്ലത്. ദെൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, ഇവിടെയൊക്കെ ഉദാഹരണം അൾസറേറ്റീവ് കൊളൈറ്റിസോ അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും ഇവിടെയൊക്കെ. സോ അങ്ങനെയുള്ള ആൾക്കാരിലും പ്രശ്നമാണ്, ഒഴിവാക്കുക. ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനി സ്റ്റേജ് 4 കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരിലും ഒഴിവാക്കുക. ഇനി ഈ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ മരുന്ന് ഒറ്റയ്ക്ക് ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അമിതമായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ത്തില്ല, സേഫ് ഡ്രഗ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് മാത്രമല്ലല്ലോ കഴിക്കുക, ഇൻസുലിൻ കഴിക്കും. ഇൻസുലിൻ കുത്തിവെക്കും. സൾഫണൈൽ യൂറിയാസ് വിഭാഗം, ഗ്ലിമിപ്രൈഡ്, ഗ്ലിബിൻഗ്ലമൈഡ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ മെഗ്ലിറ്റിനൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ പ്രത്യേകത എന്താ? ഈ മരുന്നുകൾക്ക് ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാവുന്ന മരുന്നാണ്. ഹൈപ്പോഗ്ലൈസീമിയ വയസ്സായിട്ടുള്ള ആൾക്കാരിലൊക്കെ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് താഴ്ന്നതിനാണ് ഹൈപ്പോഗ്ലൈസീമിയ. സോ ഈ മരുന്നുകൾക്കൊപ്പം ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നത് മാത്രമല്ല പ്രശ്നം. ഈ മരുന്നുകൾ കഴിച്ച് ഹൈപ്പോഗ്ലൈസിമി ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ ചെയ്യുക, ഇച്ചിരി പഞ്ചസാര എടുത്ത് കഴിക്കും, അല്ലെ? പഞ്ചസാര കഴിക്കുക. പഞ്ചസാര എന്താന്ന് നമ്മൾ പറഞ്ഞത്? പഞ്ചസാര സുക്രോസ് ആണ്. പഞ്ചസാര കഴിക്കുമ്പോഴത്തേക്കും ഹൈപ്പോഗ്ലൈസിമിയ പ്രശ്നങ്ങൾ മാറും, ഓക്കെ ആവും പേഷ്യന്റ്. പഞ്ചസാര ഒരു ഡൈസാക്രൈഡാണ്. ഈ മരുന്ന് എന്താ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത്? ഈ മരുന്ന് ഡൈസാക്രൈഡിനെ മോണോസാക്രൈഡ് ആവുന്നത് തടയും. അപ്പോൾ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ അത് മോണോസാക്രൈഡ് ആയിട്ട് ഗ്ലൂക്കോസ് ആയി മാറുന്നത് ഈ മരുന്ന് തടയുന്നുണ്ട്. സോ ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പോഗ്ലൈസിമിയ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവർക്ക് പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല. അവർക്ക് പ്രത്യേകമായിട്ട് ഈ മരുന്നും കൂടി കഴിക്കുന്ന ആൾക്കാരിൽ വി ഹാവ് ടു ഗിവ് ഗ്ലൂക്കോസ് തന്നെ കൊടുക്കണം, മോണോസാക്രൈഡ്സ് തന്നെ കൊടുക്കണം, പ്യുവർ ഗ്ലൂക്കോസ് ഓർ ഡെക്സ്ട്രോസ് തന്നെ കൊടുക്കണം. സോ ഇതാണ് ഒരു കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ മരുന്നുകൾ കൂടി കഴിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ സാധാരണ കഴിക്കുന്ന പോലെ പഞ്ചസാര എടുത്ത് വെച്ച് കഴിച്ചിട്ട് കാര്യമില്ല അവർക്ക്, കാരണം അത് അബ്സോർബ് ചെയ്യില്ല. പകരം അവർക്ക് ഗ്ലൂക്കോസ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറയാം. സോ അടുത്ത ഗ്രൂപ്പ് മരുന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.